അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഡെയിലി ടാസ്കിൽ സ്ഥിരം വരുന്ന ഒരു കാര്യമാണ് തേങ്ങാ ചിരവൽ. ഇപ്പോഴുള്ള മിക്ക ആൾക്കാർക്കും ഷോൾഡർ പെയിനും മറ്റും ഉള്ളതുകൊണ്ട് ഈ തേങ്ങ ചിരവൽ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഗ്രൈൻഡർ ഉള്ളവർക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണിത്. ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് പിടിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവി എടുക്കാൻ പറ്റും. തേങ്ങ ചിരവുക എന്നുള്ള ടാസ്ക് വളരെ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ നമ്മൾ എന്തായാലും ഗ്രൈൻഡർ വാങ്ങുമ്പോൾ ഒരു ആട്ടാനീടറും ഒപ്പം തന്നെ ഒരു കോക്കനട്ട് ഗ്രൈൻഡറും ഒക്കെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ 10 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റും ആവത്തില്ല, ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് ചിരണ്ടി കിട്ടും. ഇതുപോലെ കുഞ്ഞ് തേങ്ങയാണെങ്കിൽ ഇത് ടൈം എടുക്കും. നമ്മൾ അതിനൊത്തൊന്ന് കൈയും കൂടെ ഒന്ന് ചലിപ്പിച്ച് കൊടുത്താൽ മതി. നമ്മൾ അത്രയ്ക്ക് പ്രഷറൊന്നും വെക്കേണ്ട, ജസ്റ്റ് അത് ഇളകി പോകാതിരിക്കാൻ ഒന്ന് അമർത്തി പിടിക്കുക. അതായത് അതിൻ്റെ ആ ഒരു സ്പീഡിൽ ചിലപ്പോൾ സ്ലിപ്പായി തേങ്ങ പോവാം. അങ്ങനെ ചാൻസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്തിട്ട് തുടങ്ങിയ ശേഷം 2-3 പ്രാവശ്യം ചെയ്തു. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് പേടിയായിരുന്നില്ല. ചിലർ പറയും ഇതിൽ തേങ്ങ നിൽക്കത്തില്ല, ചെറിയ തരത്തിൽ മുഖത്തൂടെ വീഴും, പുറത്തൂടെ വീഴും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഒന്ന് ബാലൻസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ പെട്ടെന്ന് തന്നെ ചിരകിയെടുക്കാം. കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങയൊക്കെ ചിരണ്ടേണ്ടി വരുന്ന ടൈമിൽ നമ്മൾ ഈ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം കണ്ടോ എത്ര ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അകത്ത് ആ ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇത് നമുക്ക് സാധാ ചിരക കൊണ്ടൊന്ന് ചിരകിയെടുക്കും. കാരണം അത് കുഞ്ഞ് തേങ്ങ ആയതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഉള്ളിലോട്ട് എത്താത്തത്. കണ്ടോ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ഷേപ്പിന് ചുറ്റുമുള്ള ക്ലിയർ ആയിട്ട് ഇതിനും ഏറ്റവും ലാസ്റ്റ് ഈ കുഞ്ഞ് തേങ്ങയുടെ ഉള്ളിലുള്ള ഭാഗം മാത്രം അത് വരത്തില്ല. അത് നമുക്ക് നമ്മുടെ സാധാ ചിരക കൊണ്ടൊന്ന് 2 തവണ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിയർ ആയിട്ട് വരും. ഒരുപാട് തവണ നമുക്ക് ഒരുപാട് സമയവും വേണ്ട. എനിക്കാണെങ്കിൽ ഷോൾഡർ പെയിൻ ഉള്ളതുകൊണ്ട് ഈ തേങ്ങ ചിരകുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഞാൻ ഒരെണ്ണം ചിരകി കഴിഞ്ഞു, അടുത്തതൊരെണ്ണം എടുത്തിട്ടുണ്ട്, അടുത്തതൊരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതാ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നോക്കൂ, നിമിഷ നേരം കൊണ്ട് ഏകദേശം 1 to 2 മിനിറ്റിനുള്ളിൽ അതും ഏകദേശം ഫിനിഷായി വരും. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതാ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ, അധിക സമയം എടുക്കില്ല. ഞാൻ ഈ വീഡിയോയിൽ ഒരിടത്ത് പോലും പൗസ് ചെയ്തിട്ടല്ല എടുത്തിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എത്ര വേഗം അത് നമുക്ക് ആ തേങ്ങ ചിരകി കിട്ടുമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കിതിൽ അറിയാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ സൈഡൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് ഏതൊക്കെ ഭാഗം ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ നല്ലതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എൻ്റെ തേങ്ങ ചിരണ്ടി കിട്ടും. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഗ്രൈൻഡറിൻ്റെ ഈ ഒരു കോക്കനട്ട് സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തേങ്ങ ചിരവാൻ പറ്റും. അപ്പോൾ നമുക്ക് പായസമോ അടപ്പായസമോ കടലപ്പായസമോ വെക്കണമെങ്കിൽ ഒരുപാട് തേങ്ങ വേണ്ടി വരും. കണ്ടില്ലേ എത്ര വേഗമാണ് നന്നായിട്ട് ആ സൈഡിലുള്ളതൊക്കെ നന്നായിട്ട് ചിരകി കിട്ടിയത്. കണ്ടില്ലേ ആ തേങ്ങ പൊടിയായിട്ട് നല്ല നൈസായിട്ട് ചിരകി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.